ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സമയം 3:10 മാർക്കറ്റ് ടൈം കഴിഞ്ഞിട്ടില്ലേ. ഇപ്പോൾ നിഫ്റ്റി റണ്ണിങ് ആണ്. അവിടെ കാണാൻ പറ്റും നിഫ്റ്റിന്ന് ഫുൾ കൺസോൾട്ടേഷനാണ്. കറക്റ്റ് നമ്മുടെ സപ്പോർട്ട് എടുത്തിട്ട് കയറണം. ബേസിക്കലി പറഞ്ഞ കൺസോൾട്ടേഷനാണ്. ഇവിടെ പ്രീമിയം വെൽറ്റിങ് മാത്രമേ നടക്കുകയുള്ളൂ കേട്ടോ. ഇത് ഇപ്പോൾ ഈ നടക്കുന്ന കൺസോൾട്ടേഷൻ നിങ്ങളൊരു 3 ദിവസം മുമ്പ് കണ്ടിട്ടുണ്ടാവും. ഇവിടെ മനസ്സിലായില്ലേ, ഇതേ ഒരു കൺസോൾട്ടേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു അർത്ഥം. കറക്റ്റ് പറയാന്നുണ്ടെങ്കിൽ അത് നടക്കട്ടെ. അത് തിരിച്ചു വരുന്ന സമയത്ത്, ബ്രേക്കായി പോകുന്ന സമയത്ത് നല്ല നല്ല ഫുൾ ടാർഗറ്റുകളൊക്കെ കിട്ടും. നമുക്ക് അല്ലാണ്ട് ഇന്ന് ട്രേഡ് കിട്ടിയിട്ടൊക്കെ ഉണ്ട്. ഇത്തിരി ടാസ്ക് കുറച്ച് ദിവസമായിരുന്നു. ഞാൻ അധികം ട്രേഡൊന്നും കൊടുത്തിട്ടില്ല. പേഡിലാണെങ്കിലും ഫ്രീയിലൊക്കെ ആണെങ്കിലും അധികം ട്രേഡൊന്നും കൊടുത്തിട്ടില്ല. നമുക്കുണ്ടായിരുന്ന സ്ട്രൈക്കുകളൊക്കെ ഇതാണ് നിങ്ങൾ ഈ കാണുന്നത്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസസ്, ഈ 3 സെഗ്മെൻറ്റൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റി കൊടുക്കാൻ കാരണം വേറെ ഒന്നുമല്ല, സെൻസസ് ഒന്ന് എക്സ്പീരിയൻ ആണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നല്ല ട്രേഡുകൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് മൂവ്മെൻറ്റ് നടക്കുമല്ലോ എന്ന് വെച്ചിട്ടാണ് അത് കൊടുക്കുന്നത്. കാര്യം അങ്ങനത്തെ ഒരു മൂവ്മെൻറ്റൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഭയങ്കര ഈസി ആയിട്ടുള്ള മൂവ്മെൻ്റ് അല്ല, ഭയങ്കര പതുക്കെയാണ്. 24,900 ബി. ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തിട്ടുള്ള ലെവലാണ് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടുണ്ട് ഈ ലെവൽ. അപ്പോൾ ആ ലെവലിൻ്റെ മുകളിൽ ഫസ്റ്റ് ക്യാൻഡിൽ ഇന്നത്തെ ദിവസം ക്യാൻഡിൽസ് കയറിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ട്രേഡ് ആക്ടിവേഷൻ നടക്കുന്നത് ഇവിടേക്കാണ്, ഈ റേഞ്ചിലൊക്കെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ മുകളിലത്തെ ലെവൽ 141 എടുക്കണം. 141 എടുക്കുമ്പോൾ ഒരു 8 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എസ്എല്ലിലേക്ക് പോയിട്ടുണ്ട്. റിസ്ക് ആണെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് എസ് എൽ തന്നെയാണ്. പക്ഷേ ഞാൻ റിസ്ക് ആണെന്ന് വേണ്ടായിരുന്നു. ഇനി രണ്ടാമത്തെ ഇടം കയറുമ്പോൾ നേരെ തിരിച്ചാണ്. ഇവിടെ തിരിച്ച് കയറി 5 മിനിറ്റോട് ലിമിറ്റ് വന്നിട്ടില്ല, എടുക്കേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി എൻട്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ റിസ്ക് ആണ്. ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടില്ല കേട്ടോ. അവിടെ നിങ്ങൾക്ക് എടുക്കണ്ടെന്നല്ല, റിസ്ക് ആണ്, വേണമെങ്കിൽ ട്രൈ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് ക്യാൻഡിൽസ് അടിയിൽ പോയിട്ട് താഴെ പോയിട്ട് തിരിച്ച് കയറുന്ന സമയത്ത് നമുക്ക് ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് ഞാൻ പറയാറുണ്ട്. ഇത് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇതിവിടെ ഒരു ട്രേഡ് എടുക്കണം, അത് പിന്നെ അടിയിലേക്ക് പോരണം. അതായത് ഇവിടെ എടുത്ത് നമുക്കൊരു 10 പോയിൻ്റ് കിട്ടും ഇവിടെ. അത് കഴിഞ്ഞിട്ട് 10 മിനിറ്റോളം നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അതായത് നിങ്ങളിവിടെ ഒരു ട്രേഡ് എടുത്തു, ഈ ഒരു പൊസിഷനിൽ റീ എൻട്രി എടുത്തു 116. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു 10 മിനിറ്റോളം നമുക്ക് പ്രോഫിറ്റാണ് വരിക. അത് കഴിഞ്ഞ് കോസ്റ്റ് ചോദിച്ച് ഇടണം. നിങ്ങൾ പ്രോഫിറ്റ് ഇതിൽ കോസ്റ്റ് ചോദിച്ച് അടിക്കണം. പിന്നെയും ക്യാൻഡിൽ അടിയെ പോകണം. ഈ സിനാരിയോ പിന്നെയും നടക്കണം. അപ്പോൾ ഇവിടെ പിന്നെ എൻട്രി വരണം. ഇത് 10 മിനിറ്റ് നിങ്ങൾക്ക് കോസ്റ്റ് ചോദിച്ച് ഇവിടെ ഹിറ്റാവില്ല. 10 മിനിറ്റിൽ നിങ്ങൾക്ക് കോസ്റ്റ് ചോദിച്ച് ഇട്ടാൽ വരെ ഇത് നല്ലൊരു മൂവ്മെൻ്റ് മുകളിലേക്ക് കിട്ടണത് 116. ബേസിക്കലി ഞാൻ പറയാന്നുണ്ടെങ്കിൽ ഇത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല. എടുക്കുന്നവർക്ക് എടുക്കാം. ടൈം ഇഷ്ടം പോലെ ടൈമാണ്. അതിന് നല്ല രീതിക്ക് ടൈം സ്പെൻഡ് ചെയ്താലാണ് നല്ല പ്രോഫിറ്റിക്ക് പോകുള്ളൂ. അങ്ങനെയുള്ള പ്രോഫിറ്റാണ്. അങ്ങനെ നോക്കുമ്പോൾ 50 പോയിന്റ് ഈസിയായിട്ട് പോയിട്ടുണ്ട്. ഈ പറഞ്ഞ പ്രൈസിൻ്റെ ഇടയിൽ തന്നെയാണ് ഈ ട്രേഡുകളൊക്കെ വരുന്നത് കേട്ടോ. പിന്നെ 24,800 ബി ആണ്. ഇത് നമ്മളൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എക്സിറ്റ് അടിച്ച ട്രേഡാണ്. ഇതൊരു 10 പോയിന്റ് പോയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പോയിക്കണത്. കാര്യം കോസ്റ്റ് ചോദിച്ചാൽ പോകുള്ളൂ കേട്ടോ. അത് ഈ തിരിച്ച് കയറാമെന്നുണ്ടെങ്കിൽ എൻ്റെ റെഡ് ക്യാൻഡിലൊന്നുമില്ല. തിരിച്ച് കയറുന്നത് ഇവിടെയാണ്. ഈ ക്യാൻഡിലൊക്കെയാണ് തിരിച്ച് കയറുന്നത്. ഇവിടെ നമുക്ക് എടുക്കാനും പറ്റില്ല ലിമിറ്റിൽ. അപ്പോൾ അതും വിട്ടുകൊണ്ടേ വരും. പിന്നെ തിരിച്ച് കയറുന്നത് ഇവിടെയാണ്. ഇപ്പോൾ ഒരു എൻട്രി റണ്ണിങ് ആണ്. ഈ എൻട്രി പ്രോഫിറ്റിക്ക് പോകാം. ഇതാണ് ഇപ്പോഴത്തെ ഒരു എൻട്രി ഇവിടെയാണ്. മോർണിംഗ് സെക്ഷനത്തെ ഇവിടുത്തെ എൻട്രി കഴിഞ്ഞ് ഇപ്പോഴാണ് ഒരു പക്ക എൻട്രി ഇവിടെ വന്നേക്കണത്. ഇപ്പോൾ 3 എൻട്രി ടോട്ടലായിട്ടുള്ളൂ. സെൻസസിൽ രാവിലെ അന്ന് ഞാൻ കൊടുത്ത ലെവലിൽ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. കറക്റ്റ് ഗ്രീൻ ക്യാനിൽ കയറി റെഡ് ക്യാനിൽ റിജക്റ്റ് ചെയ്ത് പിന്നെ ലിമിറ്റിൽ അടുത്ത ക്യാനിൽ തന്നെ വന്നിട്ടുണ്ട്. 1:3 അടുത്തൊക്കെ പോയിട്ടുണ്ട്. അതായത് 160 പോയിൻ്റൊക്കെ അടുത്ത് പോയിട്ടുണ്ട്. 150 പോയിൻ്റ് പോയിട്ടുണ്ട്. ഒറ്റ ക്യാൻഡിൽ 150 പോയിൻ്റാണ് കേട്ടോ അത്. പിന്നെ നമുക്ക് കാണാൻ പറ്റുമോ നല്ല കൺസോളേഷൻ. പിന്നെ അടിയിലേക്ക് പോയി തിരിച്ച് കയറുന്ന സമയത്ത് വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഡസ്റ്റ് അടിക്കും കറക്റ്റായിട്ട്. 10 ക്യാനിൽ ഇറങ്ങാനും പറ്റും. ഇത് നിങ്ങളിപ്പോൾ കുഞ്ഞാന്ന് കുറേ ക്യാനിൽ കണ്ടാവും. ഇവിടെ ട്രേഡ് ആക്ടിവേഷൻ നടക്കുന്നത് ഈ ക്യാനിലാണ്, ഈ റെഡിലാണ്. അത് കഴിഞ്ഞിട്ട് 10 ക്യാനിലുണ്ട്. 10 ക്യാൻഡിൽ നമുക്ക് ഇവിടെയൊക്കെ ഈ ഒരു ക്യാൻഡിലൊക്കെ നമുക്ക് എക്സിറ്റ് അടിക്കേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ എസ് കൊടുക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരു എൻട്രി വന്നിട്ടുള്ളൂ. അപ്പോൾ അടിയിൽ നിന്നൊക്കെ ഈ ഭാഗത്തു നിന്നൊക്കെ എടുത്തോടെ എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരും. ഈ ഭാഗത്തു നിന്നൊക്കെ എൻട്രി ഉണ്ട് കേട്ടോ. റിസ്ക് ആയ കാരണം ഞാൻ വേറെ എൻട്രികൾ കൊടുത്തിട്ടില്ലേ. അതാണ് പറഞ്ഞത്, കുറേ എൻട്രികൾ ഞാൻ കൊടുത്തിട്ടില്ലേ. അതായത് റിസ്ക് ആണ് ടോട്ടൽ ട്രേഡ് ചെയ്യുന്നത്. റിസ്ക്കുകളുണ്ട്. പിന്നെ 10 മിനിറ്റ് ഇറങ്ങേണ്ട വരുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ പിന്നെ കൊടുക്കാണ്ടിരിക്കുന്നത്. കുറേ കൊടുത്തിട്ടും കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ്. പിന്നെ ബാങ്ക് നിഫ്റ്റി രാവിലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് 30 പോയിൻ്റ് പോകണം. 1:1 ആണ്. പിന്നെ ക്യാൻഡിൽ 10 മിനിറ്റ് ആണ് നിങ്ങൾക്ക് ഇറങ്ങാം. പിന്നെ അടിയിലേക്ക് പോയിട്ട് തിരിച്ചു കയറാൻ പിന്നെ എടുക്കാൻ വേണമെങ്കിൽ ഇവിടെയൊക്കെ എൻട്രി എടുക്കാം. ഇനിയിപ്പോൾ വേറെ ലെവലിൽ കൊടുത്തിട്ടുണ്ട് 539. ഇവിടെ നിങ്ങൾക്ക് എൻട്രി എടുക്കാം. ഇതൊക്കെ പ്രോഫിറ്റ് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ആ ലെവലിൻ്റെ മുകളിൽ 539 മുകളിൽ തന്നെയാണ് സപ്പോർട്ട് എടുത്ത് കയറുന്നത്.
ആക്ച്വൽ ലെവൽ ഇതാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ നല്ലൊരു ട്രേഡ് കിട്ടുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മിനിറ്റാണ്. ഈ 10 മിനിറ്റ് പ്രോഫിറ്റിക്ക് പോയില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ എക്സിറ്റ് അടിക്കേണ്ടി വരും, അല്ലെങ്കിൽ കോസ്റ്റ് ലോസ് തുടങ്ങേണ്ടി വരും. ഇത് കോസ്റ്റ് ലോസ് ഒന്നും ഹിറ്റാവാൻ സാധ്യതയില്ല, പക്ഷെ എന്നാലും അത് ചിലപ്പോൾ എക്സിറ്റ് അടിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ. പക്ഷെ ഞാൻ ലെവൽസൊക്കെ മുൻകൂട്ടി കൊടുത്തിട്ടുള്ള ലെവൽസ് തന്നെയാണ്. ഇത് നിഫ്റ്റിയാണ് 25,000 സി. ഇതൊരു 1:1 ആണ് കേട്ടോ. അത് കണ്ടിരിക്കുക വരെ ചെയ്തത്. ഇത് സെൻസസ് ആണ് 81,900. ഇതൊക്കെ മോർണിംഗ് കൊടുത്ത് തന്നെയാണ്. ഇത് 40 രൂപയുടെ ട്രേഡാണ്. പിന്നെ 40 രൂപയ്ക്ക് നമ്മൾ 40 രൂപ തന്നെയാണ് എസ് എൽ. ഇപ്പം 500 ആണെങ്കിലും 40 രൂപ തന്നെ എസ് എൽ കേട്ടോ. നമ്മൾ 40 രൂപയ്ക്ക് 40 രൂപ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. 500 ആണെങ്കിലും 40 രൂപ തന്നെയാണ് എസ് എൽ. ടൈം എടുത്തു, നമുക്ക് അവിടെ എക്സ്റ്റ് അടിക്കും, അത്രേ ഉള്ളൂ കാര്യം. ഫുള്ള് എസ് എൽ തുടങ്ങേണ്ട കാര്യങ്ങളില്ല എന്ന് മാത്രം. ഇത് വേറൊരു ബാങ്ക് നിഫ്റ്റി ട്രേഡാണ്. 1:1 മുകളിൽ പോലുള്ള ട്രേഡാണ് കേട്ടോ. ഇത് സീറോ ഹീറോ ആണ്. സീറോ ഹീറോ ഞാൻ 2 കൊടുത്തിട്ടുണ്ടായിരുന്നു സെൻസസിൽ. CMB 2 കൊടുത്തിട്ടുണ്ടായിരുന്നു. 5 രൂപയ്ക്കാണ് 2 ട്രേഡ്, 5 രൂപ 7 രൂപയാണ് 2 ട്രേഡ്. നിങ്ങൾക്കൊരു ബൈങ് എമൗണ്ട് വരിക. അപ്പോൾ നിങ്ങൾ സീറോ ഹീറോ ഒക്കെ ചെയ്യുന്ന നേരത്ത് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, റിസ്ക് ആണ്. നമ്മൾ കണ്ടീഷനൊന്നും ആക്ടിവേറ്റ് ആവില്ല, ചാടി കയറി എടുക്കേണ്ടി വരും. റിസ്ക് ആണ്, ലോട്ട് കുറച്ചെടുക്കുക. ഇതുപോലെ ഈസി ആയിട്ട് കിട്ടുന്ന ടാർഗറ്റ് 200 പോയിന്റ് 400 പോയിന്റ് അങ്ങനെ പോവും. ഈസി ആയിട്ട് കിട്ടുന്ന ടാർഗറ്റാണ്. പക്ഷെ അത് കിട്ടാൻ നല്ല റിസ്ക് ആണ്. അത് പോകുന്ന ഉറപ്പില്ല, ഒന്നും ഉറപ്പില്ല. പക്ഷെ അങ്ങനത്തെ ഒരു മേഖലയിൽ വേണമെങ്കിൽ എടുക്കണമെങ്കിൽ നിങ്ങൾ റിസ്ക് എടുക്കണം. അവിടെ നിന്ന് 100 രൂപ എടുക്കേണ്ട ഒരു റിസ്ക്, ഒരു ലോട്ട് എടുക്കാൻ 100 രൂപ റിസ്ക് എടുക്കേണ്ടി വരും. അതാണ് അന്നത്തെ റിസ്ക്. അങ്ങനത്തെ റിസ്ക് എടുക്കണവർക്ക് വേണമെങ്കിൽ എടുക്കാമെന്ന് മാത്രം. 100 രൂപ നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമില്ല എന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ട്രേഡ് എടുക്കേണ്ട കാര്യമില്ല. അത് നമ്മുടെ കണ്ടീഷനിലുള്ള ട്രേഡല്ല. ബൈയേഴ്സ് ലോസിൽ അപ്പോൾ തന്നെ കയറാമെന്നുള്ള ഒരു കൺസെപ്റ്റുള്ള ട്രേഡാണ്. അപ്പോൾ അതാണ് അതിനെക്കുറിച്ച് പറയുള്ളത്. അങ്ങനെ 2 കൊടുത്തിട്ടുണ്ടായിരുന്നു, 2 എടുത്തവരുണ്ടാവും. 2ലും ഒരു 100 വെച്ചിട്ട് പോയവരുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ ടോട്ടൽ ട്രേഡിങ്ങിനെ കുറിച്ച് ഇതാണ് പറയാനുള്ളത്. ഇത്രയും ട്രേഡാണെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ബിറ്റ് കോയിനിൽ ഒരു ട്രേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് നമ്മളൊരു ഫ്രീ ഗ്രൂപ്പ് റൺ ചെയ്യുന്നുണ്ട്. ബിറ്റ് കോയിൻ്റെ എൻ്റെ റെഫർ ലിങ്ക് വെച്ച് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണവർക്ക് ഫ്രീ ആയിട്ട് ഞാൻ ഗ്രൂപ്പിൽ ജോയിൻ ആക്കും. അപ്പോൾ അവിടെ ഒരു ട്രേഡ് ഞാൻ രാവിലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു $30 വെച്ചിട്ടൊക്കെ വേണം ചെയ്യാൻ. മനസ്സിലായില്ലേ? ഒരു $100 ട്രേഡ് $30 സെല്ലൊക്കെ വേണം ചെയ്യാൻ. അതിലൊരു $150 അടുത്ത് പ്രോഫിറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ബിറ്റ് കോയിനെ കുറിച്ച് അതാ പറയാനുള്ളത്. ആകെ ഒരു ട്രേഡാണ് വന്നത്. അതൊരു 150 പോയിന്റ് 120-150 പോയിന്റ് കിട്ടിയിട്ടുണ്ടായില്ലേ. പിന്നെ ക്രൂഡ് ഓയിലാണ്. ക്രൂഡ് ഓയിൽ നല്ല രീതിക്കുള്ള വോളാറ്റിലിറ്റി ഉണ്ട് മാർക്കറ്റിൽ. ഇത് ക്രൂഡ് ഓയിലിൻ്റെ ഓപ്ഷൻ ചാർട്ടാണ്. ക്രൂഡ് ഓയിലിൻ്റെ അറ്റ് ദ മണി വില തന്നെ 400 രൂപ വരുന്നുണ്ട്. 400, 350 രൂപയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചിലവ് 35,000-40,000 രൂപയാണ് ഒരു ലോട്ട് എടുക്കാൻ ചിലവ്. നമ്മൾ മിനി ലോട്ട് എടുത്ത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ എൻ്റെ വില ഇത്രയും രൂപ വരും. നമുക്കൊരു 30,000-40,000 ഇന്നത്തെ ദിവസം ട്രേഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ മാക്സിമം ചിലപ്പോൾ കുറേ ആൾക്കാർക്ക് ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ കൊടുത്തിട്ടുമില്ല. ഞാൻ കൊടുത്തിട്ടുണ്ട്, ലെവൽ കൊടുത്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഞാൻ കൊടുത്താണത്. ഒരു CMB ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ആക്ടിവേറ്റ് ആയിട്ടില്ല സ്റ്റിൽ ഇത്ര നേരമായിട്ട്. 6,200 പിയും 6,300 സി ആണ് ഞാൻ കൊടുത്തത് കേട്ടോ. അതിൻ്റെ ഒരു ലിക്വിഡിറ്റി വെച്ചിട്ടാണ് ഞാൻ കൊടുത്തത്. അല്ലെങ്കിൽ 2,000 അടുത്ത് ബൈങ് സെല്ലിങ് ഉണ്ട്, OA ഡാറ്റ ഉണ്ട്. അപ്പോൾ OA കൂടുതലുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ കൊടുക്കണത്. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു സിനാരിയോ വരുന്നത്. ഇപ്പോൾ 6,200 പൊട്ടതുകൾ കാണുന്നത്. അതിൽ 433 രൂപയാണ് എൻട്രി പ്രൈസ് വരുന്നത്. എൻട്രി പ്രൈസ് ഒക്കെ സെയിം തന്നെയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന കൺസെപ്റ്റ് അവിടെ ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അറിയായിരിക്കും നമ്മുടെ കൺസെപ്റ്റ് എന്താണെന്ന്. YA സ്കാനിൽ ലോസ് ചെയ്യണം, സെല്ല് സ്കാനിൽ റിജക്റ്റ് ആകണം. 1 മിനിറ്റ് ടൈമറേ യൂസ് ചെയ്യണത്. അപ്പോൾ അത് വെച്ചിട്ട് ഇതിൽ ട്രേഡ് എടുക്കാൻ പറ്റും. ഇത്രയും വലിയ പൈസക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ മിനി ലോട്ടുള്ള 1 ലോട്ട് 2 ലോട്ടൊക്കെ എടുത്ത് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് 16,000 രൂപ ചിലവ് വരും അവിടെ. പിന്നെ ഉള്ളത് 6,300 സി ആണ്. നേരത്തെ കാണുന്നത് പി ആണ്, ഇത് സി ആണ്. 371 രൂപയിലാണ് എൻട്രി നിൽക്കുന്നത്. ക്യാൻവസ് അവിടെ എത്തിയിട്ടില്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് ഓടി ട്രേഡ് എടുക്കുക. ഇതൊക്കെ ഞാൻ ഉച്ചയ്ക്ക് കൊടുത്ത ലെവലാണ്. ഒരു 12 മണിക്ക് കൊടുത്തിട്ടുള്ള ലെവലുകളാണ് ഇതൊക്കെ. ക്രൂഡ് ഓയിലിനെ കുറിച്ച് പറയുന്നത് 10 പോയിന്റാണ് എസ്എൽ, 50 പോയിന്റ് ടാർഗറ്റ്. 1 മണിക്കൂറാണ് ഹോൾഡിങ്. നിങ്ങൾക്ക് ട്രേഡ് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ 1 മണിക്കൂർ ഹോൾഡ് ചെയ്യണം. 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ 10 പോയിന്റ് പ്രോഫിറ്റോ അല്ലെങ്കിൽ 10 പോയിന്റ് എസ്എല്ലോ അടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പൈസയ്ക്ക് അത് വിൽക്കാം. മനസ്സിലായില്ലേ? ചില പ്രോഫിറ്റിലാവും നിൽക്കണ്ടാവുക. 10 പോയിന്റ് കിട്ടിയിട്ടില്ലാത്ത കൺസെപ്റ്റിൽ നിങ്ങൾക്ക് വിറ്റ് കളയാം. ഇനിയിപ്പോൾ പ്രോഫിറ്റിൽ നിൽക്കുന്ന നേരത്താണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ കോസ്റ്റ് വയ്ക്കാം. ഈ SL സൈഡിലാണ് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ തന്നെ SL എടുത്തിട്ട് ഇറങ്ങാം. ചിലപ്പോൾ 2 പോയിന്റ് 3 പോയിൻ്റൊക്കെ വ്യത്യാസമാവും നിൽക്കണ്ടാവുക SL സൈഡിൽ. അപ്പോൾ അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ലോസ് ബുക്ക് ചെയ്യാം. പ്രോഫിറ്റിൽ നിൽക്കുന്ന നേരത്ത് സംഭവത്തിനെ കോസ്റ്റ് വയ്ക്കാം 1 മണിക്കൂറിന് ശേഷം. ഇനി വേറെ കൺസെപ്റ്റ് ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂർ നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്.
പക്ഷെ സംഭവം നിൽക്കുന്നത് ഒരു 30 പോയിൻ്റൊക്കെ പ്രോഫിറ്റിലാണ് ഓൾറെഡി നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന സിനാരിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രെയിൽ ചെയ്യാം. മനസ്സിലായാലും SLനെ കോസ്റ്റ് ഇടാം. പിന്നെ വേണമെങ്കിൽ അവിടെ നിന്ന് ട്രെയിൽ ചെയ്യാൻ തുടങ്ങാം. 30-35 പോയിൻ്റൊക്കെ ആണ് നേരത്തെ ട്രെയിൽ ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് ക്രൂഡ് ഓയിലിന് നല്ലൊരു പ്രോഫിറ്റ് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് ടോട്ടൽ ഇന്നത്തെ കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്. നിങ്ങൾ ട്രേഡിംഗ് കുറിച്ച് ഒന്നൊരു പഠിച്ചിട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ പല സിറ്റുവേഷനിലും ട്രേഡ് ചെയ്യാണ്ടിരിക്കേണ്ട ആവശ്യങ്ങൾ വരും. അപ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യാണ്ടിരിക്കുക. മാർക്കറ്റ് വലിയ മൂവ്മെൻ്റ് ഒന്നുമില്ല. എന്ന് ഒരു വൺ വേ മൂവ്മെൻ്റ് ഉണ്ട്, പക്ഷെ അത് ഈസി ആയിട്ടുള്ള വൺ വേ മൂവ്മെൻ്റ് അല്ല, നല്ല രീതിക്ക് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള വൺ വേ മൂവ്മെൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ നമുക്ക് പ്രോഫിറ്റ് കിട്ടും, ഇല്ലായിക്കൊന്നുമില്ല ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ. പിന്നെ അത്ര റിസ്ക്കിന് നിൽക്കണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് 10 മിനിറ്റ് കൊണ്ട് തന്നെ നല്ലൊരു പ്രോഫിറ്റ് കിട്ടണം എന്നുള്ള രീതിക്ക് നിങ്ങൾ നിൽക്കുക. അപ്പോൾ നിങ്ങളത് പഠിക്കും. മനസ്സിലായാലും 10 മിനിറ്റിൽ നല്ല പ്രോഫിറ്റ് എന്നുള്ള രീതി നിങ്ങൾ പഠിക്കും. അപ്പോൾ നമുക്ക് നിങ്ങളുടെ ക്യാപിറ്റലും പ്രൊട്ടക്ട് ചെയ്യാം, SLനും പ്രൊട്ടക്ട് ചെയ്യാം, പ്രോഫിറ്റ് നല്ല എടുക്കുകയും ചെയ്യാം. ഈ 3 സെഗ്മെൻ്റ് അവിടെ ഓട്ടോമാറ്റിക്കലി നടക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലേക്ക് നിങ്ങൾ വരിക. അപ്പോൾ നിങ്ങൾക്കൊരു മെച്ചുണ്ടാവുക. പിന്നെ 0 ഇടുന്നത് അത് 0 തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു 100 രൂപ എടുക്കണ്ടാവുള്ളൂ, ചിലപ്പോൾ ഒരു 200 രൂപ എടുക്കണ്ടാവുള്ളൂ. അതിന് നമുക്ക് 2000-3000 ആക്കാം എന്നുള്ള സെറ്റപ്പാണ് 0. ഞാൻ പ്രോത്സാഹിപ്പിക്കണമെന്നില്ല, അത് വേണമെങ്കിൽ എടുക്കാമെന്ന് മാത്രം. റിസ്ക് എടുക്കാം. ഒരു 100 റിസ്ക് എടുത്തുകൊണ്ട് വലിയ തെറ്റില്ല. ട്രേഡിംഗ് ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ 100 റിസ്ക് എടുക്കുക, അത്രേ ഉള്ളൂ കാര്യം. പിന്നെ അതന്നെ ആയി നിൽക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ട്രേഡൊക്കെ എടുക്കുക ഒരു ദിവസം, അത് ചെയ്യണം, തെറ്റൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത്രക്കുള്ളത്തെ വീഡിയോ ഇഷ്ടപ്പെടുക നമ്മൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് വെച്ചേക്കുക. മാക്സിമം നിങ്ങൾ നല്ല എൻട്രി പ്രൈസിൽ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനത്തെ ഓരോ മാർക്കറ്റിൽ നിങ്ങൾ ടോപ്പിൽ നിന്നൊക്കെ പോയി ബൈ ചെയ്തിട്ട് ലിമിറ്റിൽ വന്നവരെ SL പോകും. ആ മാക്സിമം നമ്മളെ ലിമിറ്റിൽ തന്നെ ട്രേഡ് എടുക്കാൻ നോക്കുക. അതാണ് ഏറ്റവും സേഫസ്റ്റ് ഇന്നത്തെ ദിവസത്തിൽ. ഇങ്ങനത്തെ ഒരു ദിവസങ്ങൾ വരുമ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ട്രെൻഡിങ് ആകുമ്പോൾ നമുക്ക് എടുത്ത് ഈസി ആയിട്ട് പ്രോഫിറ്റ് മാത്രമേ നിങ്ങൾ കാണുള്ളൂ. ഈ സിനാരിയോസിൽ നിങ്ങൾ SL സൈഡിലേക്ക് വരണം നിങ്ങൾ കാണും. ഇങ്ങനത്തെ ഒരു സൈഡ് വേസ് മാർക്കറ്റിൽ ആ മാക്സിമം ലിമിറ്റ് എടുത്ത് പഠിക്കുക. അതാണ് നിങ്ങളുടെ ക്യാപിറ്റലിന് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ ചെറിയ SL നിൽക്കുള്ളൂ. എന്നാലും ഞാൻ പറയുകയാണ്, അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ മാക്സിമം ഇങ്ങനെ എടുത്ത് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല, നമുക്ക് കുറച്ച് എക്സിറ്റ് ആവാൻ പറ്റും ഈസി ആയിട്ട്. നിങ്ങളിപ്പോൾ എൻ്റെ കോഴ്സ് എടുക്കും, നിങ്ങൾ ട്രേഡ് എടുക്കണം. ഈ ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്നൊരു പാനിക്കായ സിറ്റുവേഷനാണ്. പലർക്കും ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. ട്രേഡിങ് ചെയ്യാൻ മാത്രം ഒരു താല്പര്യം ഉണ്ടെങ്കിൽ കൂടിയും ട്രേഡിങ്ങിൻ്റെ ഉള്ളിൽ എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നൊരു പിടുത്തമില്ല. അപ്പം അങ്ങനത്തെ ആൾക്കാർ ലോസുകളായി ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുള്ളൂ. ഞാൻ പറയുന്നത് വെച്ചാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിലാണ്. നിങ്ങൾ ചാർട്ട് നോക്കാത്ത കാരണം കൊണ്ടാണ് നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തത്. ചാർട്ട് മൂവ്മെൻറ്റ് ഭയങ്കര വിഷയമുള്ള മൂവ്മെൻറ്റുകൾ വരും ചില സമയങ്ങളിൽ. അപ്പോൾ അങ്ങനത്തെ സമയങ്ങളിൽ നമുക്ക് ട്രേഡും ആക്ടിവേറ്റ് ആവും. ആ സമയത്ത് ഞാൻ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് പറയാറുണ്ട് ഗ്രൂപ്പിൽ, റിസ്ക് ആണ്, SL പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും, റിസ്ക് ഉള്ള ട്രേഡാണെന്ന് പറയാറുണ്ട്. അത് SL പോകുന്ന തന്നെയാണ് അർത്ഥം. പക്ഷേ വേണമെങ്കിൽ ട്രേഡ് എടുക്കാം. ഒരു കാലിനും 2 കാലിനും SL പോയിട്ടില്ലെങ്കിൽ നമ്മൾ 10 മിനിറ്റ് ഹോൾഡ് ചെയ്യണം നല്ലവണ്ടെ കാര്യം. മാക്സിമം നമ്മൾ പ്രോഫിറ്റ് ആണ് നേരത്തെ വിൽക്കുക എന്നുള്ളടത്തെ കാര്യം. അത് നിങ്ങൾ ചാർട്ട് നോക്കിയിട്ട് നിങ്ങൾ വന്നാലാണ് നിങ്ങൾക്കത് ശീലിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യാൻ നിർബന്ധമില്ല. നിങ്ങൾ മാക്സിമം ചാർട്ട് നോക്കിയിട്ട് മനസ്സിലാക്കുക. പെട്ടെന്ന് വരുന്ന കാര്യം മൂവ്മെൻറ്റ്സിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇന്ന് കിട്ടേണ്ടത് പ്രൈസിന് തന്നെ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ നമ്മൾ ഒരു 141 ട്രേഡ് ചെയ്തു, 116 ട്രേഡ് ചെയ്തു. 116 നോക്കിയാണ്, പക്ഷെ 141 നോക്കിയല്ല. അതൊരു അബ്നോർമൽ പ്രൈസാണ് 141 പറഞ്ഞു കഴിഞ്ഞാൽ. 116 തന്നെ നോർമലാണ്. ഇന്ന് ദിവസം കിട്ടാൻ സാഹചര്യമുള്ള ഒരു പ്രൈസാണ് അറ്റ് ദ മണിക്കൊക്കെ. ഈ 141 എന്ന് പറഞ്ഞാൽ കൂടുതലാണ്. അപ്പോൾ അതിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് SLകൾ പോകാൻ ഈസിയാണ്. പ്രീമിയം മെൽറ്റിംഗ് ആണ് നടക്കുന്നത്. ഈ പ്രീമിയം മെൽറ്റിംഗ് ഇൻ ദ മണിയിൽ അറ്റ് ദ മണിയിൽ എല്ലായിടത്തും നടക്കും. ക്യാൻഡിൽസ് എത്രത്തോളം ഹോൾഡ് ആണോ അവിടെയൊക്കെ പ്രീമിയം മെൽറ്റിംഗ് ആണ് നടക്കുന്നത്. മൂവ് ആവുന്നതനുസരിച്ച് നിങ്ങൾ പ്രോഫിറ്റ് വരുന്നത്. അപ്പോൾ വലിയ പ്രൈസ് പോകാണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക്, അതായത് അറ്റ് ദ മണി തന്നെ മാക്സിമം എടുക്കാൻ നോക്കാമെന്ന് ഉദ്ദേശിക്കുന്നത്. വലിയ പ്രൈസ് പോകുമ്പോൾ റിസ്ക് ഉണ്ടാവും. അതിനനുസരിച്ച് ഞാൻ പറയും ഗ്രൂപ്പിൽ, അത് തിരിച്ചു വരാനും സാധ്യതയുണ്ടോ എന്നൊക്കെ ഞാൻ പറയാം. റിസ്ക് പറയുന്നുണ്ടെങ്കിൽ അത് റിസ്ക് തന്നെയാണ്. ജസ്റ്റ് ട്രൈ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇൻഡെക്സ് ഓപ്ഷൻസ് ആണ് പ്രശ്നമെങ്കിൽ നിങ്ങൾ ക്രൂഡ് ഓയിലേക്ക് മാറുക, MCXലേക്ക് മാറുക. അവിടെ ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് ബില്ല് ചെയ്യാൻ നോക്കുക. നിങ്ങൾ ഇൻഡെക്സ് ഓപ്ഷൻസ് തന്നെ ചെയ്തിട്ട് പ്രോഫിറ്റ് എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ക്രൂഡ് ഓയിലാണെങ്കിൽ നല്ല പ്രോഫിറ്റൊക്കെ വരും. SL വരില്ല എന്നല്ല, പക്ഷെ ഇതിനൊക്കെ ഒരു ടൈമുണ്ട്, അത്ര ഉള്ള കാര്യം. ഒരു ടൈം കിട്ടും നമുക്ക് എല്ലാത്തിനും വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് പ്രോഫിറ്റ് നല്ല രീതിക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ക്രൂഡ് ഓയിലാണെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാരുടെ കാര്യം പറയണത്. ഇപ്പോൾ നമ്മുടെ ഒപ്പം ഫോളോ ചെയ്യാൻ പറ്റണില്ല അങ്ങനത്തെ ആൾക്കാർക്ക് ചിലപ്പോൾ ടൈം ഇഷ്യൂ ഉണ്ടാവും. ചിലപ്പോൾ പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ എടുക്കാൻ പറ്റില്ല, അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ ക്രൂഡ് ഓയിലേക്ക് മാറാം കേട്ടോ. ബിറ്റ്കോയിനിക്ക് മാറാനല്ല പറയണത്, നിങ്ങൾ ക്രൂഡ് ഓയിലേക്ക് മാറാം. ക്രൂഡ് ഓയിൽ വളരെ ഈസിയാണ്, ഇഷ്ടംപോലെ ടൈം കിട്ടും. പിന്നെ ഒരു ദിവസം 2-3 ട്രേഡേ വരുള്ളൂ.
അങ്ങനത്തെ ഒരു സെഗ്മെൻറ്റാണ് ക്രൂഡ് ഓയിൽ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ആവാവുന്നതാണ്. അപ്പോൾ നാളെ ബുധനാഴ്ചയാണ്. നല്ല റേറ്റുകൾ കിട്ടട്ടെ. നല്ല മൂവ്മെൻറ്റ് ഉണ്ടായാൽ നന്നായിട്ട് മൊമെൻറ്റം ഉണ്ടാവും. ആ മൊമെൻറ്റിൽ നല്ല ടാർഗറ്റുകളും വരും. നല്ല ടാർഗറ്റ് വരണമെങ്കിൽ നമുക്ക് മൊമെൻ്റാണ് വേണ്ടത്. മൊമെൻ്റ് ഇല്ലാത്ത മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് SL വരുന്നല്ല പറയണത്, നമുക്ക് അതിനും മാത്രമുള്ള ടാർഗറ്റൊന്നും വരില്ല. നല്ല പ്രോഫിറ്റൊക്കെ കിട്ടാൻ നമുക്ക് ക്ഷമയുടെ നെല്ലിപ്പരുക കറണ്ട വരും, മനസ്സിലായത്. എന്നാലാണ് അത്രയും വലിയ പ്രോഫിറ്റ് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും ക്ഷമയുള്ളവർക്ക് മാത്രമേ ഇങ്ങനത്തെ ഒരു സൈഡ് വെച്ചിട്ട് ട്രേഡ് ചെയ്തിട്ട് പ്രോഫിറ്റിക്ക് വരാൻ പറ്റുള്ളൂ. ഒരു കുറച്ച് നോർമൽ മൂവ്മെൻ്റ് ആണെങ്കിൽ ഈസിയാണ് കാര്യങ്ങൾ. നോർമൽ മൂവ്മെൻ്റ് അല്ല, സൈഡ് വൈസ് ആണ്. അപ്പോൾ നമുക്ക് നാളെ നല്ല ട്രേഡിങ് ഓപ്പർച്യൂണിറ്റി കിട്ടട്ടെ. അപ്പോൾ നാളെ കാണാം. ഓക്കെ, ബൈ.